എങ്ങനെ നമ്മൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിയേറ്ററിനെ കണ്ടുമുട്ടി? എന്താണ് സംഭവിക്കുന്നത്? ഹായ് ഗൈസ്, രാവിലെ എണീച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ എവിടെ പോകാൻ നിൽക്കാമെന്ന് അറിയണ്ടേ? വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവിൻ്റെ പ്രോഗ്രാമിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അനിയൻ എറണാകുളത്ത് നിന്ന്, ഞങ്ങൾ വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്ന് അനിയൻ കൂട്ടുകാരൻ്റെ സ്കൂട്ടി എടുത്ത് എന്നെ ഈ ഒരു സ്ഥലത്ത്, അതായത് ബസ്സൊന്നും എത്തിപ്പെടാത്തൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. താജ് മലബാർ ഹോട്ടലിലായിരുന്നു ഈ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത്. കയറി ചെന്നപ്പം തന്നെ നമുക്ക് അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്പോട്ട് ആൻഡ് സർക്കുലർ ഹാൻഡിൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മുടെ പേര് മാർക്ക് ചെയ്യാനുള്ള ഒരു സംഭവം. അപ്പോൾ നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേര് കണ്ടുപിടിച്ചത് ഈ മച്ചാനായിരുന്നു കേട്ടോ. ഈ മച്ചാൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. വലിയ ക്രിയേറ്ററൊക്കെയാണ്, പക്ഷേ നമ്മൾ അത്രയും നമ്മളെ മീൻസ് ഇവരെല്ലാം ഞാൻ അവിടെ പോയിട്ട് പരിചയപ്പെട്ടതാണ്. ആരെയും എനിക്ക് മുൻ പരിചയമോ ഒരു കോൺടാക്റ്റോ എൻ്റെ ഫോണിൽ പോലും ഒരു നമ്പറോ അങ്ങനത്തെ ഒരു സംഭവമില്ലാണ്. പക്ഷേ പുള്ളിയൊക്കെ നമ്മുടെ പേര് കണ്ടുപിടിച്ച് മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവരും ഭയങ്കര സ്നേഹത്തോടും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കര കമ്പനിയും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. സോ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പവർ അവരിലുണ്ടായിരുന്നു. സോ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ട ഒരു ബ്രോയാണ് കേട്ടോ ഈ ബ്രോ. ഒരുപാട് പേര് അവിടുന്ന് പരിചയപ്പെട്ടു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ യൂട്യൂബ് അവരുടെ ആ ഒരു മെയിൻ ഇവൻറ്റിൻ്റെ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ മെയിൻ ഇവൻറ്റിൻ്റെ ഒരു ഡോർ എന്ന് പറയുന്നത്. ഈ ഒരു ഹാളിലേക്ക് നമ്മൾ കയറിയിരിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കയറിയിരുന്നു. ഇതും അവിടുന്ന് പരിചയപ്പെട്ട ഒരു മച്ചാനാണ് കേട്ടോ. സോ ഇവരൊക്കെ യൂട്യൂബ് ചാനലുള്ളവരാണ്. ചിലർ ഫേസ് റിവീൽ ചെയ്യാത്തവരൊക്കെ ഉണ്ട്. സോ അവരുടെ ചാനലിൻ്റെ പേരൊന്നും ഞാൻ ഫേസ് റിവീൽ ചെയ്ത് പറഞ്ഞ് പൊട്ടിക്കുന്നില്ല. സോ എന്തായാലും ഇവരൊക്കെ അവിടുന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ആ ഒരു ഇവൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഇവൻറ്റിൽ നമ്മുടെ ഒരുപാട് മെയിൻ യൂട്യൂബ് ക്രിയേറ്റേഴ്സുള്ള ശരണ്യ, നന്ദകുമാർ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അവർ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കും കേട്ടോ. എല്ലാവരും നല്ല ഫുൾ പവർ ആയിരുന്നു. സോ ഇതൊരു യൂട്യൂബ് കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. സോ യൂട്യൂബ് ഡയറക്റ്റായിട്ട് നമുക്ക് വേണ്ടി ക്രിയേറ്റേഴ്സിന് വേണ്ടി ഒരു മീറ്റപ്പ് പോലെ സംഘടിപ്പിച്ച് നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ക്രിയേറ്റർ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ തന്നെയാണ്. സോ എന്തായാലും യൂട്യൂബ് ഈ എടുക്കുന്ന എഫേർട്ടിന് ഒരുപാട് സന്തോഷം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല നമ്മുടെ കേരളത്തിലെ കൊച്ചു ക്രിയേറ്റേഴ്സിനെയും പരിഗണിക്കുന്നതിലും എല്ലാം ഒരു ഭയങ്കര സന്തോഷം ആ ഒരു മൊമെൻറ്റിൽ തോന്നി. ഇന്ത്യയിൽ എല്ലായിടത്തും ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അങ്ങനെ ഇവർ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഞങ്ങൾ പവറാക്കി. ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് എന്തോ സ്പോഞ്ചിൽ മൈക്കൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മളെ മേത്തേക്ക് എറിയും. ആരാണോ പിടിക്കുന്നത് അവർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാം. ഇപ്പോൾ നിങ്ങളെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എപ്പോൾ അപ്ലോഡ് ചെയ്ത് അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. എന്നിട്ട് അതിന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് യൂട്യൂബിൻ്റെ ഗുഡീസ് ഇല്ലേ, അതായത് ഇപ്പം ഫ്ലാസ്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ആ ഒരു സംഭവം കിറ്റായിട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. ഒരുപാട് മച്ചാന്മാർ, ഒരുപാട് ക്രിയേറ്റേഴ്സിനോടൊക്കെ ഇവർ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ അതുൽ ബ്രോ, യൂട്യൂബിൻ്റെ പാർട്ട്ണർ മാനേജർ അതുൽ ബ്രോ വന്നിട്ടുണ്ടായിരുന്നു. സോ പുള്ളി മലയാളിയാണ് കേട്ടോ. അപ്പം കേരളത്തിലെ ക്രിയേറ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അതുൽ ബ്രോ. അതുൽ ബ്രോ വന്നിട്ട് നമ്മുടെ KL ബിജു ബ്രോനെ ഇൻവൈറ്റ് ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ബാക്കി അതുൽ ബ്രോ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ഏകദേശം 400-നടുത്ത് 1 മില്യൺ പ്ലസ് ചാനൽസ് ഉണ്ട്. ഞാനാണ് ആക്ച്വലി ബിജുവിന് 10 മില്യൺ എൻ്റെ ഡയമണ്ട് പ്ലേ ബട്ടൺ കൊടുത്തത്. അത് 2023. പക്ഷേ 2020 ഞാനപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല കയ്യടി കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ബിജുവിനെ ഇൻവൈറ്റ് ചെയ്യണം. ബിജു പക്ഷെ ബിജുവിന്റെ ഒരു വലിയ മനസ്സെന്താന്ന് പറഞ്ഞാൽ ബിജുവിന്റെ കാര്യം മാത്രമല്ല പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞത്. ബിജു സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഓരോ ക്രിയേറ്റേഴ്സിനെ പറ്റി, കേരളത്തിലെ എൻ്റയർ എക്കോ സിസ്റ്റത്തെ പറ്റി, അവിടുത്തെ നമ്മുടെ എങ്ങനെയാണ് നിങ്ങളൊരു ക്രിയേറ്റീവ് ഒരു ഫാമിലി പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്നെ പറ്റി ബിജു ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിച്ചു. ഹലോ ഗൈസ്, ഞങ്ങൾ യൂട്യൂബ് ക്രിയേറ്റീവ് ആക്ടിവിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നതാണ്. നമ്മൾ എന്നിട്ട് യൂട്യൂബ് നിങ്ങൾക്ക് ആർക്കും ഈ ഒരു യൂട്യൂബ് ഇല്ല കാര്യം ഇത് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കി. കേട്ടല്ലോ, ഇതേപോലത്തെ ചളികളും കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ പിന്നെ ആസാമിൽ നിന്ന് ഒരു ക്രിയേറ്റർ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കേട്ടു. അതിനുശേഷം ഫുഡ് അടിയായിരുന്നു കേട്ടോ. കിഡിലൻ ഫുഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു യൂട്യൂബ് നമുക്ക് വേണ്ടി അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഞങ്ങൾ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബിൻ്റേതായിട്ടുള്ള ഒരു ഗിഫ്റ്റ്, ഒരു ലൈറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സഞ്ചിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് പുറത്തിറങ്ങി. ആ ഒരു ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഒരു
ഫസ്റ്റ് ടൈം എറണാകുളത്ത് കുറേ നാൾക്ക് ശേഷം വന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരായിട്ട് കമ്പനി ആയതുകൊണ്ട് ഊബറൊക്കെ ബുക്ക് ചെയ്ത് അതിനുശേഷം അനിയന്മാർ എന്നെ കൂട്ടാൻ വന്നു. പിന്നെ മെട്രോയിൽ കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് പോളി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മെട്രോൻ്റെ പണി നടക്കുന്ന ആ ഒരു പാലത്തിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഓർമ്മ ആയവരൊക്കെ ഞാൻ മെട്രോയിൽ കയറി അനിയന്മാരെയൊക്കെ വിളിച്ച് മെട്രോയിൽ എൻ്റെ ഫസ്റ്റ് ടൈം മെട്രോയിൽ ഞാൻ അവിടെ നിന്ന് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അതെൻ്റെ ഒരു ചെറിയൊരു സ്വപ്നമാണ്. നിങ്ങൾക്കറിയാലോ, ചെറിയ ചെറിയ സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആ ഒരു ദിവസം അതും കിട്ടി. ഈ യൂട്യൂബിൻ്റെ മീറ്റപ്പ് അല്ലാണ്ട് ആ ഒരു സ്വപ്നം നടന്ന ആ ഒരു സന്തോഷവും ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മെട്രോൻ്റെ ഉള്ളിലൊക്കെ കയറി. സോ എന്തായാലും ആസ് എ ക്രിയേറ്റർ ഇപ്പം നമ്മൾ ഒരുപാട് നാൾ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുന്ന ചെറിയൊരു നമുക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ കളക്ഷൻ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഞങ്ങൾ ലുലു മാളിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുവച്ച് മറന്നുപോയി എവിടെയാണ് വെച്ചതെന്ന്. ഇവനൊരു സ്കൂട്ടി എവിടെയാണ് കൊണ്ടുവച്ചിട്ടുണ്ട്, തപ്പിക്കണ്ടിരിക്കാൻ പറ്റണ്ടേ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വയനാട്ടിലുള്ളവരല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടി ഇത്ര റഷൊന്നുമില്ല. ഇപ്പം കൊച്ചിയിലൊക്കെ കാണുന്ന പോലത്തെ അത്ര റഷും കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾ ഡെയിലി യൂസ് ആയത് അതായതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇവൻ രാവിലെ വന്നൊരു സ്കൂട്ടി കൊണ്ടുവച്ചു. അപ്പം ഫുള്ള് വണ്ടിയും കാര്യങ്ങളും, പിന്നെ സ്കൂട്ടുകാരൻ്റെ സ്കൂട്ടിയല്ല, അപ്പം നമ്പറും ഞങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരുവിധം തപ്പി കുറേ തപ്പി അവസാനം നമ്മളെ സ്കൂട്ടർ വെച്ച സ്ഥലം നമ്മൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സമയത്ത് അവൻ എന്നെ ഓടിച്ചിട്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ അവിടെ അല്ലായിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് ഞങ്ങളത് കണ്ടുപിടിച്ചു. ആ ഒരു ഏരിയ രാവിലത്തെ ഫുൾ മനക്കണക്കോട് കൂട്ടി ഞങ്ങളത് കണ്ടുപിടിച്ചു. ഞങ്ങൾ വിചാരിച്ചു ഇപ്പം കണ്ടുപിടിച്ചത്, വീണ്ടും ഇതാ പോകുന്നു. അങ്ങനെ ആ സ്കൂട്ടിയും കണ്ടുപിടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എറണാകുളത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം വയനാട്ടിലൊക്കെ നമുക്ക് ഇത്രയും വണ്ടികളും കാര്യങ്ങളും ഒന്നും കാണില്ല കേട്ടോ. ഇത്രയും ട്രാഫിക്കും കാര്യങ്ങളൊന്നും കാണില്ല. സോ ഞാൻ ഇപ്പം കുറേ നാൾക്ക് ശേഷം എറണാകുളത്തൊന്നും ഞാൻ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ശരിയാണ്, നാട് കാണണം, നാട്ടുകാരെ കാണണം. യാത്രകൾ പോയാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേ ആയിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുപോയി. സോ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരൻ്റെ ആ ഒരു ഫ്ലാറ്റിലെത്തി. ഇതോടുകൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇത് എല്ലാം കൂടി ഒരു